എന്നും മലയാള സിനിമയിലെ രണ്ട് ശ്രദ്ധാകേന്ദ്രങ്ങളാണ് ദിലീപും മഞ്ജു വാര്യരും. വേർപിരിഞ്ഞെങ്കിലും ഇരുവരെയും ചുറ്റിപ്പറ്റിയുള്ള വാർത്തകൾ അവസാനിക്കുന്നില്ല. രണ്ടാം വരവിൽ ആദ്യം മിന്നിക്കേറിയ മഞ്ജുവിന്റെ പ്രഭ ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദിലീപിനാകട്ടെ തൊടുന്ന സിനിമകളെല്ലാം പരാജയം. മലയാളത്തിലെ മാതൃകാ ദമ്പതികളായിരുന്നു ദിലീപും മഞ്ജു വാര്യരും. സിനിമയിൽ മിന്നി നിൽക്കുന്ന സമയത്തായിരുന്നു മഞ്ജു ദിലീപിനൊപ്പം ഒളിച്ചോടിയത്. തന്റെ കരിയർ പോലും ഉപേക്ഷിച്ച് ദിലീപിന്റെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ചു. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അത്ഭുതകരമായ പ്രകടനമായിരുന്നു മഞ്ജു സിനിമയിൽ കാഴ്ചവെച്ചത്. നടൻ തിലകനും സംവിധായകൻ കമലുമൊക്കെ മഞ്ജുവിന്റെ അഭിനയത്തെക്കുറിച്ച് അത്രയേറെ വാചാലരായിട്ടുണ്ട്. കത്തി നിന്നിരുന്ന തന്റെ കരിയറും ജീവിതവുമെല്ലാം മഞ്ജു ദിലീപിന് വേണ്ടി മാത്രം മാറ്റിവെച്ചു. ദിലീപ് മലയാള സിനിമയിലെ ജനപ്രിയ നടനായി ഉയരുമ്പോഴും അതിനുള്ള പൂർണ്ണ പിന്തുണ നൽകിയത് മഞ്ജുവിന്റെ ശക്തമായ തുണയായിരുന്നു. മഞ്ജു വീട്ടിൽ ഉണ്ടായിരുന്നപ്പോൾ വീട്ടിലെ ഒരു കാര്യവും തനിക്ക് നോക്കേണ്ടി വന്നിട്ടില്ല. ഇത് ഒരു അഭിമുഖത്തിൽ ദിലീപ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ദിലീപ് കാവ്യ മാധവൻ സിനിമകൾ തുടർച്ചയായി വിജയിക്കാൻ തുടങ്ങിയതോടെയാണ് മഞ്ജു വാര്യരുടെ ദാമ്പത്യത്തിൽ താളപ്പിഴ സംഭവിച്ചത്. ആദ്യമായി ദിലീപിനെ കണ്ടപ്പോൾ അങ്കിൾ എന്ന് വിളിച്ച കാവ്യ ഇപ്പോൾ ജനപ്രിയ നായകന്റെ ഭാര്യയാണ്. അതിനു പിന്നിൽ മഞ്ജുവിന്റെ കണ്ണീര് മാത്രമാണ് കാണുന്നത്. ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ തുടങ്ങി പിന്നെയും വരെ ദിലീപും കാവ്യയും ഒന്നിച്ചഭിനയിച്ച് പരാജയപ്പെട്ട ചിത്രങ്ങൾ പോലും ജനശ്രദ്ധ നേടിയതോടെ ആ ബന്ധമങ്ങ് ദൃഢപ്പെട്ടു. എന്തായാലും മഞ്ജു വിട്ടുപോകുന്നതോടെ ദിലീപിന്റെ കരിയർ തകർച്ചയിലാണ്. അഭിനയിക്കുന്ന സിനിമകളെല്ലാം വിമർശനങ്ങൾ മാത്രം കേൾക്കുന്നു. ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത ജോർജേട്ടൻ സ്ഫുരം എന്ന ചിത്രത്തിന് തിയേറ്ററിൽ പിടിച്ചു നിൽക്കാൻ പോലും കഴിഞ്ഞില്ല. വെൽക്കം ടു സെൻട്രൽ ജയിലാണെങ്കിൽ പ്രേക്ഷകരെ വെറുപ്പിച്ചു. കരിയറിൽ താഴ്ന്നു പോവുകയാണ് ദിലീപ് ഇപ്പോൾ. എന്റർടൈൻമെന്റ് ഡെസ്ക്, മറുനാടൻ മലയാളി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.